ഞാൻ വിചാരിക്കുന്നത് ബി.ജെ.പിയിലൊരു തിരുത്തൽ പ്രക്രിയ തുടങ്ങി എന്നുള്ളതാണ്. നമ്മളിപ്പം കേരളത്തിലെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്, ബി.ജെ.പിയിലെ കേരളത്തിലെ CPM-ൽ ഭയങ്കരമായ ചർച്ചകൾ നടക്കുന്നു, എന്തുകൊണ്ട് തോൽവിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ള സംവിധാനങ്ങളാണല്ലോ നമ്മൾ ഈ ചർച്ച ചെയ്ത് വരുന്നത്. ഞാൻ വിചാരിക്കുന്നത് ബി.ജെ.പിയിലൊരു തിരുത്തൽ പ്രക്രിയ തുടങ്ങി എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ UP-യിൽ ഈ പറഞ്ഞ ചർച്ചകൾ മുഴുവൻ നടക്കുന്നത്. ഈ യോഗത്തിൽ എന്താണ് അരുണെ ചർച്ച ചെയ്തിട്ടുള്ളത്? യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുള്ള എന്താണെന്നറിയോ, ഭരണഘടന തിരുത്തും എന്ന് പറഞ്ഞത് വളരെയധികം ഈ പറഞ്ഞ ഇലക്ഷനിലെ ബാധിച്ചു. സത്യമായ കാര്യമല്ല. അവരത് ആ തിരുത്തൽ പ്രക്രിയൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. അപ്പം നമ്മളതിന് രണ്ട് രീതിയിൽ നമുക്കതിനെ കാണാം. ഏത് രീതിയിൽ? ഈ പറഞ്ഞ സർക്കാരിനെതിരായിട്ടും മോദിക്കെതിരായിട്ടുമുള്ള ചർച്ചകൾ വന്നതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം. പക്ഷേ അവിടെ നടക്കുന്നത്, BJP-യിൽ നടക്കുന്നത് എന്താണ്, ഈ പറഞ്ഞ സീറ്റിൽ 29 സീറ്റ് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു, എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്, ഏതൊക്കെ കാരണങ്ങളാണ് നമുക്ക് തിരിച്ചടികളായത് എന്നുള്ള കാര്യങ്ങളാണ് അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന മിനിസ്ട്രിയിൽ അല്ലെങ്കിൽ പറയുന്ന മന്ത്രിസഭയിൽ പുനഃസംഘടന വേണോ, ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച സംഭവിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഈ കുറച്ച് ദിവസങ്ങളായി UP BJP-യിലും സർക്കാരിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പറയുന്ന ഏകമായിരുന്നു പറയുന്നതാണ് ഈ പറഞ്ഞ ഭരണഘടന തിരുത്തും എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ അത് പറയുന്ന ഈഴവ വിഭാഗത്തിൻ്റെ അടുത്തും പിന്നോക്ക വിഭാഗങ്ങളും വളരെ രീതിയിൽ അത് ബാധിച്ചു എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത്. എന്താണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് ഒന്നും കാര്യമായ രീതിയിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല, അത് പ്രതിപക്ഷം നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. പിന്നെ എന്താണ് ഈ പറഞ്ഞ OBC വിഭാഗങ്ങളിൽ നിന്നും വരുന്ന, അതുപോലെ തന്നെ ഈ രജ്പുത്തുകളിൽ നിന്നുമുള്ള വോട്ട് ചോർച്ച ഭയങ്കരമായി പറഞ്ഞ സമാജ്വാദിയിലേക്ക് പോയി എന്നുള്ള അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും 1 by 1 ആയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറി UP-യിലെ BJP എന്നുള്ളതാണ്. അതിനേക്കാളും വലിയൊരു കാര്യം എന്താ പറയുക, ഈ തിരുത്തൽ സ്വഭാവം BJP-യിൽ വരുന്നത് ഇവിടുന്ന് RSSൻ്റെ സപ്പോർട്ട് കൂടിയിട്ടാണ്. ഈ തിരുത്തൽ സ്വഭാവം എപ്പോഴും BJP-ക്ക് ഒരു സംഘടനാ ദൗർബല്യം ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് ആളാരാണ്? ഈ പറഞ്ഞ RSS ആണ്. മോഹൻ ഭാഗവത് ഈ പറഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ ആദ്യത്തെ ചർച്ചയിൽ പറഞ്ഞ എന്താണെന്നറിയോ, ആദ്യത്തെ ഈ നാഗ്പൂരിൽ യോഗത്തിൽ പറഞ്ഞ എന്താണെന്നറിയോ, സമാധാന അന്തരീക്ഷം മണിപ്പൂരിൽ തകർന്നു എന്നാണ് പറയുന്നത്. അന്നത്തെ ആദ്യത്തെ ചർച്ചയിൽ പറഞ്ഞ സമാധാന അന്തരീക്ഷം മണിപ്പൂരിൽ നടന്നു. കഴിഞ്ഞ 1 വർഷമായി മണിപ്പൂരിൽ ഈ സമാധാനത്തിനായി കാത്തിരിക്കുന്നു. ആരാണ് പറയുന്നത്? RSSൻ്റെ മേധാവിയാണ്. അതെന്ന് പറയുന്നത് എന്താണ്, ഈ മോഡി സർക്കാരിനും BJP-ക്കും പറ്റിയ തെറ്റ് ഏറ്റുപറയാണ്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചു എന്നാണ് പറയുന്നത്. എന്താണ്, കഴിഞ്ഞ 10 വർഷമായി സമാധാനപരമായിരുന്നു മണിപ്പൂർ. കഴിഞ്ഞ 1 വർഷമായി തോക്ക് രാഷ്ട്രീയം രണ്ടാമത് ഉടലെടുത്തു അവിടെ. അത് നിങ്ങൾ തിരുത്തണം. ഇത് തിരുത്തിയില്ലെങ്കിൽ നിങ്ങൾ തിരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ എന്താണ്, പ്രതിപക്ഷത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ കുറച്ച് കാണരുത്. നിങ്ങളത് പ്രതിപക്ഷത്തെ പ്രതിപക്ഷമായിട്ടല്ല, ബദൽ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ കാഴ്ചപ്പാടുകളെ നിങ്ങൾ അംഗീകരിക്കണം. ഇതൊക്കെ ആരാ പറയുന്നതെന്നറിയോ? ഇതൊക്കെ പറയുന്നത് മോഹൻ ഭാഗവതാണ്. അപ്പം അവരെ എതിരാളികൾ എന്ന് വിളിക്കുന്നതിന് പകരം എതിർപക്ഷം എന്ന് വിളിക്കണമെന്ന് പറയുന്നു. ആരാ പറയുന്നത്? മോഹൻ ഭാഗവത് പറയുകയാണ്. അവർ ഒരു പ്രശ്നമുണ്ടാക്കുമ്പോൾ അതിൻ്റെ മറ്റൊരു വശമുണ്ടാവും, അത് നിങ്ങൾ അന്വേഷിക്കണം. ഇതൊക്കെ പറയുന്നത് ആരാണ്? മോഹൻ ഭാഗവതാണ്. ഇന്നത്തെ ചർച്ചയിൽ എന്താ പറയുന്നത്? ഇന്നത്തെ മോഹൻ ഭാഗവതിൻ്റെ അരുണിവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞു. അതെന്താണ്, ഭഗവാൻ കഴിഞ്ഞാൽ പിന്നെ വിശ്വരൂപം, അതുകൊണ്ടും മതിയാവുന്നില്ല ചിലർക്ക് എന്ന് പറയുന്ന മോഡിയോട് നേരിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ പറയുന്നതൊന്നും ശരിയല്ല, ഈ പറയുന്ന രൂപങ്ങളൊന്നും ശരിയല്ല. തിരുത്തൽ ശക്തിയായി RSS വരുന്നു. എന്നും BJP-ക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് തിരുത്തൽ ശക്തിയായി വന്നിട്ടുള്ളത് RSS ആണ്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ തന്നെ കേശവപ്രസാദ് മൗര്യ 2014 തോറ്റ വ്യക്തിയാണ്. അവിടെ ഇലക്ഷനിൽ തോറ്റ വ്യക്തിയാണ്. ആ ഇലക്ഷനിൽ തോറ്റ വ്യക്തിനെയാണ് അമിത്ഷാ ഉപമുഖ്യമന്ത്രിയാക്കിയത്. അപ്പോൾ എന്താണ്, OBC പ്രാതിനിധ്യം അവിടെ നിർബന്ധമാണ് എന്നുള്ളത്. കാരണം എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ രജ്പുത്തുകളുടെ ഭാഗമായിരുന്നു യോഗി ആദിത്യനാഥ്. ആ യോഗി ആദിത്യനാഥിൻ്റെ കൂടെ ഈ പറഞ്ഞ OBC വിഭാഗങ്ങളെയും കൂട്ടൊരു എല്ലാവരെയും ഉൾക്കൊണ്ടിച്ചുള്ളൊരു ഭരണമായിരുന്നു UP-യിൽ വേണ്ടത് എന്ന് അമിത്ഷായും മോഡി തീരുമാനിച്ചതുകൊണ്ടാണ് ഈ പറഞ്ഞ കേശവേന്ദ്ര പ്രസാദ് മൗര്യ അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ എന്ത് പറയുന്നത്, ഈ പറഞ്ഞ മൗര്യ ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇലക്ഷനിൽ തോറ്റയാളാണ്. ഉപമുഖ്യമന്ത്രിയാക്കുന്നതിനാ? ഉപമുഖ്യമന്ത്രിയാക്കാൻ കാരണം ഈ പറഞ്ഞ എല്ലാ വിഭാഗങ്ങളെയും നമ്മൾ എന്തുകൊണ്ടാണ് അവരുടെ യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകും അല്ലെങ്കിൽ വരുന്ന കാലങ്ങളിൽ പ്രധാനമന്ത്രിയാകുമെന്ന് പറയാൻ കാരണം, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ നമ്മൾ തോളിൽ കൈയിട്ട് നടന്ന നരേന്ദ്രമോദി തോളിൽ കൈയിട്ട് നടന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടായിരുന്നുള്ളൂ. ആരാണ്?
ഈ യോഗി നിന്നാണ്. യോഗിയുടെ കൈ പിടിച്ചു കൊണ്ടുപോകുന്നു, യോഗിയുടെ തോളത്ത് കൈയിടുന്നു. അത് ജനങ്ങൾക്കിടയിൽ ഇത് നരേന്ദ്രമോദി കഴിഞ്ഞാൽ അത് അടുത്തത് യോഗിയാണ് പ്രധാനമന്ത്രിയായി വരാൻ പോകുന്നത്. സ്വന്തം അനിയനെ പോലെയോ സ്വന്തം സഹോദരനെ പോലെയോ ഒക്കെ തോളിൽ കൈയിട്ട് ഇങ്ങനെയാണ് നമ്മുടെ സംവിധാനം നടത്താൻ പോകുന്നത് എന്ന് പറഞ്ഞൊരു വലിയ ക്യാമ്പയിനായിരുന്നു കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ യോഗി ആദിത്യനാഥ് നടത്തിയിരുന്നത്. അത് ലോകത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റുള്ള ജനങ്ങൾക്കിടയിൽ നരേന്ദ്രമോദി കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥാണ് വരാൻ പോകുന്നത് എന്നുള്ള നിലയിലേക്ക് ഒരു നെറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടു യോഗീൻ്റെ ആയത്തിൽ. പക്ഷേ അങ്ങനെ ഒരു നെറേറ്റീവ് അമിത്ഷായ്ക്കോ മോഡിക്കോ ഇല്ല. അതുകൊണ്ടാണ് ആ മന്ത്രിസഭയിൽ തന്നെ ഉപമുഖ്യമന്ത്രിയായിട്ട് ആരെ വെച്ചത്? ഈ കേശവേന്ദ്ര പ്രസാദ് മൗര്യനെ വെച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും തോറ്റയാൾ അവിടെ വെക്കൂലല്ലോ. അപ്പം നരേന്ദ്രമോദിയും അമിത്ഷായും തീരുമാനിക്കുന്നത് തന്നെയാണ് ഇന്നും നടന്നു പോകുന്നത്. അല്ല യോഗി ആദിത്യനാഥ് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ RSS നിശ്ചയിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കൊന്നും ആരും പോകുന്നില്ല. ഈ പറഞ്ഞ RSSനെതിരെ ഒരു മറുപടി പോലും ഈ ഇലക്ഷന് ശേഷം ആരും കൊടുത്തു കണ്ടില്ലല്ലോ നമ്മൾ. ഇപ്പം ഞാൻ പറയുന്നത് എന്താ പറയുക, ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോൾ UP മാത്രമേ ഇത് നടന്നിട്ടുള്ളൂ. ഇപ്പം ഇന്ത്യയിലുള്ള തോറ്റ സംസ്ഥാനങ്ങളിലേക്ക് മുഴുവൻ ഇതുപോലെയുള്ള BJPയുടെ ചർച്ചകൾ വരും. എല്ലാ സംസ്ഥാനങ്ങളിലേക്കും നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. CPM എന്തുകൊണ്ട് പരാജയപ്പെട്ടു, എങ്ങനെയാണ് പരാജയപ്പെട്ടത്, ആരാണ് അതിന് പാലം ഭരിച്ചത്, എന്താണ് SNDPൻ്റെ കാര്യങ്ങൾ എത്രയോ നമ്മൾ ചർച്ച ചെയ്തു. ഇതുപോലെ തന്നെയാണ് UPയിലും OBC വിഭാഗത്തിൻ്റെ ചോർച്ച, അതുപോലെ തന്നെ രാജ്പുത്തുകളുടെ ചോർച്ച, രാജ്പുത്തുകൾ യോഗീൻ്റെ കൂടെ നിന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്. ഇങ്ങനെയുള്ള ചർച്ചകളാണ് നടത്തുന്നത്. അത് നമ്മൾ ഒരു തരത്തിൽ വ്യാഖ്യാനിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് മോഡിക്കുള്ള യോഗിക്കുള്ള മൂക്കുകയറോ എന്ന് ചോദിച്ചാൽ 2027 ഈ ഇലക്ഷനിൽ കേശവേന്ദ്ര പ്രസാദ് മൗര്യനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പോകാൻ വരെ കാര്യമുണ്ട് എന്ന് പറയാൻ കാരണം എന്താണ്? അവിടെ സമാജ്വാദിയാണ് ഭരിക്കുന്നത്. സമാജ്വാദി പാർട്ടി 111 സീറ്റുമായിട്ട് പ്രതിപക്ഷത്ത് നിൽക്കുകയാണ്. അവരാണ് 29 സീറ്റ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പം അവരെ എങ്ങനെ ഇതിൽ നിന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും, എങ്ങനെ ഈ OBC വിഭാഗത്തെ രാജ്പുത്തുകളെയും കൂട്ടി നിർത്താൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി പറയുന്ന ഒരു തിരുത്തൽ പ്രക്രിയയിലേക്ക് ഈ പറഞ്ഞ UP ഭരണം മാറുകയാണ്, അല്ലെങ്കിൽ BJP ഭരണം. അപ്പോൾ ആദ്യം എന്താണ് ചെയ്തത്? ഈ പറയുന്ന ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും ഈ പറഞ്ഞ മുൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും ആദ്യം പോയി അമിത്ഷാനെയും മോഡിനെയും ഈ പറഞ്ഞ JP നദ്ദാനെയും കണ്ടു വന്നു. അതിനുശേഷമാണ് ആര് പോകുന്നത്? യോഗി ആദിത്യനാഥ് പോകുന്നത്. ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അതിൻ്റെ ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കും. അതുകൊണ്ടാണ് പറയുന്നത് വരുന്ന 10 നിയമസഭയിലേക്ക് ഇലക്ഷൻ വരാൻ പോവുകയാണ്. 10 നിയമസഭയിലേക്ക് ഇലക്ഷൻ ഈ അടുത്ത 5 നിലയാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഈ 5 നിലയെ അവർ വലിയ രീതിയിലാണ് കാണുന്നത്. ഇത് വലിയ ചർച്ചയാവും. കാരണം എന്താ? ഈക്വൽ ശക്തിയായി നിൽക്കുക. ഒരാൾക്ക് 6ഉം ഒരാൾക്ക് 4ഉം വന്നാൽ അതെന്ത് സംഭവിക്കും? അത് ഈ പറഞ്ഞ ആർക്കാണ് നമ്മുടെ യോഗി ആദിത്യനാഥിന് കിട്ടിയില്ലെങ്കിൽ ഈ പറയുന്നത് ഏഴെങ്കിലും ചുരുങ്ങിയത് പിടിച്ചില്ലെങ്കിൽ ഇത് വലിയ പ്രത്യാഘാതമുണ്ടോ? ഇത് ആരും മനസ്സിലാക്കുന്നുണ്ട്. BJP നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. അത് വലിയ ഇഷ്യൂ. അതുകൊണ്ടാണ് BJP എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പം ഈ ചർച്ച ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഉണ്ടാകുന്ന പടലപ്പിണക്കങ്ങൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2017 ഇലക്ഷനിൽ ഈ പറഞ്ഞ കേശവേന്ദ്ര പ്രസാദ് മൗര്യ ഈ ഇലക്ഷനെ നിയന്ത്രിച്ച ആളാണ്. അതുകൊണ്ടാണ് പുള്ളി എന്ന് പറയുന്നത് ഞാൻ വേണമെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലിറങ്ങി പാർട്ടീനെ ഡെവലപ്പ് ചെയ്യാം എന്ന് പറയുന്നത്. ഇതിൽ വേറൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? സർക്കാരിലേക്ക് സാധാരണ ജനങ്ങൾക്കും സാധാരണ പ്രവർത്തകർക്കും എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നൊരു ഇതുണ്ട്. അത് ബുൾഡോസർ രാഷ്ട്രീയത്തിന് ഉള്ളത് എങ്ങനെ പ്രതിഫലിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളുമുണ്ട്. എല്ലാ കാര്യങ്ങളും ഏഴകീറി പരിശോധിച്ച് 1 by 1 ആയിട്ട് പരിശോധിച്ചിട്ടാണ് ഈ പറഞ്ഞ യോഗങ്ങൾ നടക്കുന്നത്. ഇപ്പം അത് പുറത്തേക്ക് വരുന്ന വാർത്ത, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്ന വാർത്ത ഇതെന്തോ യോഗി ആദിത്യനാഥിനെതിരെയാണ് എന്നുള്ള നിലയിലേക്ക് പോവുകയാണ്. അങ്ങനെയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആവുമായിരിക്കാം. പക്ഷേ അതെന്താണ് 2027 അന്നേരത്തെ സാഹചര്യങ്ങൾ കണക്കാക്കി ഈ പറയുന്ന BJPയുടെ നാഷണൽ നേതൃത്വം ഒരു തീരുമാനം എടുക്കുന്നതിലേക്കേ പോകുള്ളൂ. പക്ഷേ ഒരിക്കലും BJP ഇന്നും അന്നും ഈ പറയുന്ന യോഗി ആദിത്യനാഥിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടോ പ്രധാനമന്ത്രിയായിട്ടോ കണ്ടിട്ടില്ല. കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി, കാരണം 253 സീറ്റ് 255 സീറ്റോളല്ലേ, 255 സീറ്റോട് കൂടിയിട്ട് അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് 2 ഉപമുഖ്യമന്ത്രിമാരെന്തിനാ? അവിടെ ഈ പറഞ്ഞ NDAക്ക് വലിയ ഘടകകക്ഷികളൊന്നുമില്ല, ചെറിയ ഘടകകക്ഷികളേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്തിനാണ് ഈ പറഞ്ഞ 2 ഉപമുഖ്യമന്ത്രിമാർ? അവിടെ 2 ഉപമുഖ്യമന്ത്രിമാരെ കൊടുത്തത് എന്തിനാണ്? നിങ്ങൾ മാത്രം വലിയ ആളല്ല, നിങ്ങളുടെ കൂടെ 2 പേരും കൂടി ഇരുന്നോട്ടെ. അതാരാ വയ്ക്കുന്ന? അമിത്ഷാ തോറ്റ സ്ഥാനാർത്ഥിനെ കൊണ്ടുപോയിട്ട് ഉപമുഖ്യമന്ത്രിയാക്കാണ്. അപ്പോൾ ആ ലെവലിലേക്ക് നോക്കുമ്പോൾ ഇതൊരു മൂക്കുകാരായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ എന്താ ഒരു തിരുത്തൽ പ്രക്രിയ BJPയിൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം അച്ചട്ടിൽ പറയാം. അതിൻ്റെ കൂടെ RSSും തിരുത്തൽ പ്രക്രിയയ്ക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അത് BJPക്കും
അതുപോലെ തന്നെ RSSനും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ രാജ്യത്ത് ഇത് മനസ്സിലാക്കി കോൺഗ്രസ് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ പറയുന്ന ഇതുവരെ ഉണ്ടാക്കുന്ന കോൺഗ്രസിൻ്റെ എഡ്ജ് അവരെ കൈമോശം വരാൻ സാധ്യതയുണ്ട്. തോറ്റ ആൾക്കാർ എപ്പോഴും ജയിക്കാൻ വേണ്ടി പ്രസവിച്ചുകൊണ്ടിരിക്കും. ജയിച്ച ആൾക്കാർ എപ്പോഴും എന്താണ് തോക്കാൻ വേണ്ടി ആരും പ്രസവിക്കില്ല. ഞാൻ ജയിച്ചിരിക്കുക എന്നുള്ള ശൈലിയിരിക്കും. ഇപ്പോൾ കോൺഗ്രസ് ജയിച്ചിരിക്കുക എന്നൊരു ഇതിൽ നിൽക്കുകയാണ്. ഞാൻ ജയിച്ചിട്ടില്ല, ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടില്ല എന്നിപ്പോൾ കോൺഗ്രസ് മനസ്സിലാക്കിക്കൊള്ളുക. ആ മനസ്സിലാക്കിയതിനപ്പുറം എത്രയും കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റുമോ അത്രയും കൂടുതൽ പ്രവർത്തിച്ചോളുക. ഇപ്പം നമുക്ക് 243 അല്ലേ പാർലമെൻറ്റിൽ കോൺഗ്രസിൻ്റെ 241 പാർലമെൻറ്റ് സീറ്റ് ഉണ്ട്. അതല്ല അപ്പുറം ഭരിക്കുന്നത് BJP ആണെന്നുള്ള ബോധ്യം ഇവിടെ അടിയുണ്ടാക്കാം. നമുക്ക് ശക്തമായ പ്രതിപക്ഷമാവാം. ശക്തമായ പ്രതിപക്ഷമല്ല വിജയം, ശക്തമായ ഭരണപക്ഷമാണ് വിജയം എന്നുള്ളത് കോൺഗ്രസ് മനസ്സിലാക്കിക്കോട്ടെ. അപ്പം ഞാൻ ഒരിക്കലും ഇത് പോക്കുകയറല്ല. പക്ഷേ നിയന്ത്രണം വിട്ടോടുന്ന യോഗി ആദിത്യനാഥ് പിടിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് അല്ല ആയിക്കോട്ടെ. അല്ല അതെന്താണെന്നറിയോ, RSS പോലും BJP പോലത്തെ ഒരു സംഘടന ചെയ്ത് തെറ്റ് ഒരാൾ തെറ്റ് ചെയ്താൽ തിരുത്തേണ്ട സംവിധാനം പാർട്ടിക്കുള്ളത്. തിരുത്തൽ പ്രക്രിയയാണ്. ഓക്കെ, Meet the editors.